ഇതൊരു ടൈമർ മൊഡ്യൂളാണ്. അപ്പം ഇത് എന്തിന് ഉപയോഗിക്കുന്നു, എന്താണ് ടൈമർ മൊഡ്യൂൾ, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ടെക്കോണർ മലയാളം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസിലൊക്കെ വരാറുള്ള കമൻറ്റുകളാണ്. നമ്മളിങ്ങനത്തെ ഇലക്ട്രിക്കൽ ഡിവൈസസും കമ്പോണൻസും ഒക്കെ പരിചയപ്പെടുത്താറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. കാരണം ഇതൊന്നും നമുക്ക് ചിലപ്പോൾ എല്ലാ ലോക്കൽ മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ഏരിയാസിലൊന്നും കിട്ടണമെന്നില്ല. അപ്പം ഇത് എവിടെ കിട്ടുമെന്നും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരുന്നു എന്ന് ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇനിയുള്ള നമ്മുടെ വീഡിയോസിൽ ഇത് നമുക്ക് ഓൺലൈൻ ലഭ്യമാണെങ്കിൽ ഇത് എവിടുന്ന് ഓൺലൈൻ ലഭ്യമാവും, അതല്ല നമുക്കറിയുന്ന ആരെങ്കിലും വഴി നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ടൈമർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ ടൈമർ വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ആമസോണിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബൈയിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു 500 രൂപ ആ റേഞ്ചിൽ ഉള്ള ഒരു സാധനം മാത്രമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എന്താണ് ടൈമർ, എന്തിനു ഉപയോഗിക്കുന്നു? ഇപ്പോൾ ടൈമർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഒരു ടൈം സമയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ റിലേ എന്താണ് എന്നൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസ് പലത് ചെയ്തിട്ടുണ്ട്. റിലേ എന്ന് പറയുന്നത് നമുക്ക് അതിനൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഔട്ട്പുട്ട് തരും എന്നുള്ളതായിരുന്നു. അതിൻ്റെ കോയിലൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു NO അല്ലെങ്കിൽ NC രീതിയിൽ നമുക്കൊരു ഔട്ട്പുട്ട് തരും എന്നത് തന്നെയായിരുന്നു. ടൈമറും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഔട്ട്പുട്ട് തരും. ഒന്നല്ല 2 ഔട്ട്പുട്ട് തരും. അതായത് ഒന്ന്, ഇതിന് നമ്മൾ സപ്ലൈ കൊടുത്ത് എത്ര നേരമാണ് നമ്മൾ വാല്യൂസ്, അപ്പോൾ 5 സെക്കൻഡ് ആണെങ്കിൽ 5 സെക്കൻഡ് നേരം നമുക്കൊരു ഔട്ട്പുട്ട് തരും, 5 സെക്കൻഡിന് ശേഷം നമുക്ക് വേറൊരു ഔട്ട്പുട്ട് തരും. അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ ഒരു സമയത്തിന് ശേഷം ഒരു ഇന്ന സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന സമയങ്ങൾക്ക് ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിപ്പിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ടൈമർ മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് PLCയെ പറ്റിയൊക്കെ അറിയുന്നവർക്കൊരു സംശയം തോന്നാം, അപ്പോൾ PLCയിലും ഈ ടൈമറും കൗണ്ടേഴ്സും ഒക്കെ അവൈലബിൾ ആണ്, പിന്നെ എന്തിനാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്, PLC മതിയല്ലോ എന്ന്. അപ്പോൾ ഈ ടൈമർ മാത്രം വേണ്ടി ഒരു ലോജിക്കാണ് എങ്കിൽ നമുക്ക് PLCയിലേക്ക് പോയി കഴിഞ്ഞാൽ PLC മിനിമം ഒരു 10,000 രൂപയെങ്കിലും വിലയുണ്ടാകും. ഇത് ഏകദേശം ഒരു 500-600 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത്രയും 10,000 രൂപ മുടക്കി ഒരു ലോജിക്ക് ചെയ്യുന്നതിലും ആ ലോജിക്കാണ് നിങ്ങൾക്ക് 500 രൂപ കൊടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയറിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപയോഗിക്കും. അപ്പോൾ ഇത്രയോടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ, ഇപ്പം സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം വീട്ടിലൊരു സാധനം, ഫാൻ ഇപ്പോൾ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും TV ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ സ്വിച്ച് ഇടുന്നു, ഉടനെ നിങ്ങൾക്ക് ഓൺ ആവുന്നു. എന്നാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരത്തിന് ശേഷം നിങ്ങൾക്ക് അത് ഓണാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കുറച്ച് നേരം ഇൻ്റർവെൽസിൽ, ഇപ്പോൾ ഒരു മണിക്കൂർ ഇത് ഓണായി, പിന്നെ 1 മണിക്കൂർ ഓഫ്, പിന്നെ 1 മണിക്കൂർ ഓണായി, ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഗുണങ്ങളാണ്. കുറച്ചും കൂടെ ഒരു ടെക്നിക്കൽ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മെഷീൻ സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സമയം, ഒരു 5 സെക്കൻഡിലേക്ക് നിങ്ങൾക്ക് ചുമല ലൈറ്റ് കത്തണം, അല്ലെങ്കിൽ അലാറം കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അതായത് മെഷീൻ സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി. ഇത് ഒരു എക്സാമ്പിൾ മാത്രമല്ല, ഇതൊരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് കൂടിയാണ്. ഇൻഡസ്ട്രീസിലെല്ലാം മസ്റ്റായിട്ട് ഇന്ന് ഫോളോ ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡാണ് ഈ ഒരു ഡിലേ സ്റ്റാർട്ട് മെക്കാനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനൗൺസിയേഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് നിങ്ങളൊരു മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ ഒരു സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ അതൊരു അലാറവും ഒരു ടവർ ലാമ്പ് റെഡൊക്കെ കത്തിയ ശേഷം മാത്രമേ അത് സ്റ്റാർട്ടാവാൻ പാടുകയുള്ളൂ. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം സ്വിച്ച് കുറച്ച് ദൂരെ മെഷീൻ അങ്ങ് അപ്പുറത്തും ആണെങ്കിൽ നിങ്ങളിത് ഓണാക്കും, ആ സമയത്ത് അവിടെ ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേ കയറിയിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ കൈ ഇട്ടുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആപത്ത് വരുത്തി വെക്കുന്നൊരു കാര്യമാണ്. അതേസമയം നിങ്ങൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞൊരു 5 സെക്കൻഡ് അവർക്ക് ഗ്യാപ്പ് കൊടുക്കുന്നു, ഒരു അലാറം കൊടുക്കുന്നു, ഇത് ഓണാകാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് അതൊന്ന് എടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ഈ ഒറ്റ സാധനം കൊണ്ട് തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ ഇതിൽ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് നിങ്ങൾ ഇതിൻ്റെ കോയിലിലേക്ക് കൊടുക്കുന്നു, അതിനുശേഷം സ്റ്റാർട്ട് പ്രസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ നോബ് അനുസരിച്ചിട്ടും ഇതിൻ്റെ ഡിപ്പ് സ്വിച്ച് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു 5 സെക്കൻഡിലേക്ക് നമ്മുടെ എന്ത് പറ്റും, നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എവിടെ കൊടുക്കും, ടവർ ലാമ്പിൻ്റെ റെഡിലും അല്ലെങ്കിൽ ഒരു ബസറിലും കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും, ആദ്യത്തെ ഒരു 5 സെക്കൻഡ്, അതായത് റിലേ ടൈമർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഔട്ട്പുട്ട് ലഭിക്കും. അതേസമയം 5 സെക്കൻഡ് പൂർത്തീകരിക്കുന്ന ആ സമയത്ത് ഇതിൻ്റെ കോയിൽ ഓൺ ആവുകയും അപ്പോൾ ഇതിൻ്റെ അതായത് NO ആയിരുന്ന സാധനം NC ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതായത് അവിടെ നമുക്ക് മോട്ടർ ഇപ്പോൾ എന്താണ് ആ മെഷീൻ്റെ ഔട്ട്പുട്ടും കൊടുക്കാൻ സാധിക്കും. അതായത് ആദ്യം ഒരു 5 സെക്കൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിലാണെങ്കിൽ 5 സെക്കൻഡ് ശേഷം ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട്, അതായത് അതിൻ്റെ NO NC ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ 5 സെക്കൻഡിന് ശേഷമുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ മെഷീനിലേക്ക് കണക്ട് ചെയ്യും. അതായത് ആദ്യം 5 സെക്കൻഡ് നമ്മുടെ ലൈറ്റ് കത്തി, ബസർ കത്തി,
5 സെക്കൻഡ് ഈ ടൈമർ ഓണായ ശേഷം നമ്മുടെ മെഷീൻ ഓണായി. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ഒരു മോട്ടർ ഓടി അതിന് ശേഷം കുറച്ച് നേരത്തിന് ശേഷം അടുത്തൊരു മോട്ടർ ഓൺ ആക്കണം. മോട്ടർ എ ഓണായി, മോട്ടർ എ ഓണായിട്ട് ഒരു മണിക്കൂറിന് ശേഷം മോട്ടർ ബി ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ഓരോ 6 മണിക്കൂറിനും ഒരു മോട്ടർ ഓൺ ആക്കണം. നിങ്ങളുടെ വീട്ടിലെ മോട്ടർ തന്നെ, നിങ്ങളുടെ വീട്ടിലെ പമ്പ്, വാട്ടർ പമ്പ് നിങ്ങൾക്കൊരു 6 മണിക്കൂർ നല്ല വെള്ളത്തിനൊക്കെ ചിലവുള്ളൊരു ഇതാണ്, നിങ്ങൾക്ക് ഒരു ദിവസം 2-3 തവണ അടിക്കേണ്ട ഇതാണെങ്കിൽ നിങ്ങൾ ഈ ടൈമർ വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കൂർ ആ മോട്ടർ ഓൺ ആയിരിക്കും. അതിനുശേഷം അടുത്ത 6 മണിക്കൂർ അത് ഓണാകത്തില്ല. അതിനുശേഷം 6 മണിക്കൂർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നമുക്ക് എൻക്വയറിയൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം വീടുകളൊക്കെ ഒട്ടുമാക്കാൻ കാലിയാണ്. അപ്പോൾ ആ വീട്ടിൽ കാലിയായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഗാർഡൻസും അതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ മെഡോസും ഒക്കെ വെള്ളം നനയ്ക്കാൻ അവർക്കൊരു സിസ്റ്റം വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഒരു എൻക്വയറി വന്നിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തൊരു സജഷനായിരുന്നു, ഇതുപോലെ ഈ ഒരു ടൈമർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ശേഷം മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് വെള്ളം അവിടെ നനയ്ക്കാൻ സ്പ്രിംഗ്ലേഴ്സ് വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെള്ളം നനയും. അതിനുശേഷം അത് ഓഫാകും. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരാളെ നിർത്താതെ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനും ഈ ഒരു ടൈമർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ടൈമർ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറിങ്ങും ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ നമ്മളിപ്പം വയറിങ് കൊടുത്ത് കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾക്കിത് വയറിങ് കൊടുത്ത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾക്കറിയാം ഇത് വയർ ചെയ്ത് നമ്മൾ ലൈറ്റ് കണക്ട് ചെയ്ത് സ്വിച്ച് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം സമയമെടുക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കും അറിയാം നമ്മൾ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ജോലിക്ക് ശേഷമാണ് നമ്മൾ ഇതിനൊക്കെ സമയം കണ്ടെത്തി നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എങ്കിൽ നമ്മൾ ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ, കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതൊരു മോട്ടിവേഷനാണ്. നമ്മൾ വീണ്ടും നമുക്ക് വീഡിയോസ് ഇടാനാണെങ്കിലും പല കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് ഒരു ധൈര്യം കൂടി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് വയറിങ് ചെയ്ത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഐഡിയാസ് കിട്ടാനാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ടൈമർ. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം ഫ്രണ്ട് ഇങ്ങനെയാണ്. നമുക്കപ്പം ഒരു 8 ടെർമിനൽസ് കാണാം. അതിന് ഓരോന്നും നമ്പറും കൊടുത്തിട്ടുണ്ട്. A1 25 15 25 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടൻഷ്യോമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ റേറ്റിങ്സ് കാണാം. പിന്നെ ഇവിടെ ഒരു ഡിപ്പ് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് 4 ഓൺ ഓഫ് ചെയ്യാമെന്ന് എഴുതി. അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സർക്യൂട്ട്സും കാണിച്ചിട്ടുണ്ട്. അതായത് ഏതൊക്കെ നമ്പർ ഏതൊക്കെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സ്കെയിൽ സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പം ഓൺ ഡിലേയും ഇൻ്റർവെല്ലും ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് ഓൺ ഡിലേ പ്രവർത്തിക്കണോ അതോ ഇൻ്റർവെല്ലിൽ പ്രവർത്തിക്കണോ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമുക്കിതിൻ്റെ പവർ റേറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇത് കണ്ട് ഇതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് രണ്ടിലും കണക്ട് ചെയ്യാൻ പറ്റും. AC-യിലും DC-യിലും കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സവിശേഷത. അതായത് യൂണിവേഴ്സൽ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ട് AC വേണേലും കൊടുക്കാം 240 വോൾട്ട് വരെ, അല്ല DC വേണേലും കൊടുക്കാം. അപ്പം 2 ഇൻപുട്ടിലും ഇത് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന ഇതാണ് 8 കണക്ഷൻസ് ആണ്. ഇപ്പോൾ A1 ഉണ്ട്, 25 ഉണ്ട്, അങ്ങനെ നമുക്ക് ഇത്രയെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഇതിലൂടെ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ A1 A2 എന്ന് പറയുന്നത് ഇതിൻ്റെ കോയിൽ സപ്ലൈ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു റിലേക്കും നമുക്കൊരു A1 A2 സപ്ലൈ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ A1-ൽ പോസിറ്റീവും A2-ൽ നെഗറ്റീവും വരുമ്പോൾ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ. റിലേയിലും അങ്ങനെ തന്നെയാണ് റിലേ. പക്ഷേ റിലേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് A1-ൽ സപ്ലൈ വരുന്ന ഉടനെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ടൈമറിൽ നമുക്കത് കിട്ടില്ല. നമുക്ക് ആ ഒരു ഡിലേ കൊടുത്ത ശേഷം നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയാണ് ടൈമർ. ഡയറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ടൈമർ യൂസ് ചെയ്യാറുമില്ല. പിന്നെ ഉള്ളത് നമുക്ക് 2 കോമൺ പോയിൻറ്റുകളാണ്. 15ഉം 25ഉം എന്ന് പറയുന്നത് കോമണാണ്. 15ൽ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് 16ലും 18ഉം കിട്ടുക. 25ൽ നമ്മൾ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ 26ലും 28ലും അതിൻ്റെ ഒരു ഇതായിരിക്കും കിട്ടുക. അപ്പോൾ 2 NOയും 2 NC ആണ്. അപ്പോൾ 15 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 16 ഇതിൻ്റെ NC പോയിൻ്റ് ആയിട്ടും, അതായത് ഇത് സപ്ലൈ ഒന്നുമില്ല. ഈ ടൈമർ ഓഫ് ആകുന്ന സമയത്ത് നമുക്ക് 16ൽ ഔട്ട്പുട്ട് കിട്ടും. അതേസമയം ഈ ടൈമർ ഓൺ ആകുന്ന സമയത്ത് നമുക്ക് 18ൽ ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ തന്നെ 25ൽ നമ്മളൊരു സപ്ലൈ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ടൈമർ ഓഫ് ആയിരിക്കുമ്പോൾ 26ൽ കിട്ടും, ടൈമർ ഓൺ ആകുമ്പോൾ 28ൽ കിട്ടും.
അപ്പോൾ 26 പോവും. അപ്പോൾ ആ ഒരു 2 കണ്ടീഷൻ ഓൺ ഓഫ് കണ്ടീഷനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സപ്ലൈ കൊടുത്തു. അപ്പോൾ ആദ്യം ഇത് ഒരു 5 സെക്കൻഡിലേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ടൈമർ ഓൺ ആകുന്നിടം വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 16 അത് കൊടുക്കുക. അപ്പം 14 നമ്മൾ ടവർ ലാമ്പിൻ്റെ ചുമല കൊടുത്തു കഴിഞ്ഞാൽ 18 നമ്മളൊരു മോട്ടറും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ടൈമർ ഓൺ ആകുന്നിടം വരെ 16 കത്തിക്കൊണ്ടേയിരിക്കും. അതായത് ചുമല ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ചുമല ടൈമർ റണ്ണായി. ഇപ്പം 5 സെക്കൻഡാണ് നമ്മൾ സെറ്റ് ചെയ്തതെങ്കിൽ 5 സെക്കൻഡ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ആവും. അപ്പോൾ നമ്മുടെ 18 ഔട്ട്പുട്ട് വരും. മോട്ടർ ഓൺ ആവും, ടവർ ലാമ്പ് ഓഫ് ആവും. അപ്പോൾ ആ ഒരു ഇത് തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ട് ഇവിടെ 28 നമ്മൾ പച്ച ടവർ ലാമ്പാണ് കൊടുത്തതെങ്കിൽ എന്ത് സംഭവിക്കും? ടൈമർ ഓൺ ആകുന്നിടം വരെ ചുമല കത്തിക്കൊണ്ടേയിരിക്കും, ബസറും കത്തിക്കൊണ്ടേയിരിക്കും, ബസറും അടിച്ചുകൊണ്ടേയിരിക്കും. ഓണായി, മോട്ടർ ഓണായി, നമ്മുടെ പച്ച ടവർ ലാമ്പും കത്തി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് സർക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ടൈമർ എപ്പോൾ ഓൺ ആവണം ഓഫ് ആവണമെന്ന് തീരുമാനിക്കുന്നത് A1 വരുന്ന നമ്മളെ സപ്ലൈ ആയിരിക്കും, A1 A2 വരുന്നത്. പിന്നെ ഇത് AC-യും DC-യും കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 2 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓൺ ഡിലേയിലും വർക്ക് ചെയ്യാൻ പറ്റും, ഇൻ്റർവൽ മോഡിലും വർക്ക് ചെയ്യാൻ പറ്റും. ഓൺ ഡിലേ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓണിനെ ഡിലേ ചെയ്യാനാണെങ്കിൽ, ഇൻ്റർവെലിന് എന്ന് പറയുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ഇൻ്റർവെൽസിൽ നമുക്ക് ഈ സിസ്റ്റം ഓണോ ഓഫോ ആക്കണമെങ്കിൽ നമ്മൾ ഇൻ്റർവെൽസിലും കൊടുക്കും. പിന്നെ ഈ സ്കെയിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3ലാണ് 1, 2ൻ്റെ ഡിപ്പ് സ്വിച്ച് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അതായത് 2 മേളിലാക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ 1ഉം 2ഉം ഇപ്പോൾ 1 ഇവിടെ 1 താഴെയല്ലേ, അപ്പോൾ അതായത് 1 മേളിലും 1 താഴെ, അതായത് 10 എന്നുള്ള സ്കെയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു 1 നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 10 തന്നെ 1 സെറ്റ് ചെയ്താൽ ഇതൊരു 10ന് ഈക്വലായിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. 2 സെറ്റ് ചെയ്താൽ 2 × 10, അതായത് 20 എന്നുള്ള സെക്കൻഡ് എന്നുള്ള രീതിയിലായിരിക്കും ഇത് വരിക. അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇനി ടൈം റേഞ്ച്, ഇത് അതായത് 3ാമത്തെ ടെർമിനൽ, ഇത് 1, 2, 3ാമത്തെ ഡിപ്പ് സ്വിച്ച് മേലോട്ടാണെങ്കിൽ ഇത് സെക്കൻഡ്സിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക, താഴോട്ടാണെങ്കിൽ മിനിറ്റിലായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളോട്ടാണ്, അപ്പം സെക്കൻഡ്സിലാണ്. അപ്പം നമ്മൾ ഇവിടെ എത്രയാണ് 20 കൊടുത്തിരിക്കുന്നതെങ്കിൽ 20 സെക്കൻഡാണ് ഇതിൻ്റെ ഒരു ടൈമർ വാല്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ മിനിറ്റിലാണെങ്കിൽ ഇതൊരു 20 മിനിറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലായല്ലേ? ഇനി 4ാമത്തെ ഡിപ്പ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡാണ് തീരുമാനിക്കുന്നത്. അതായത് ഓൺ ഡിലേ വർക്ക് ചെയ്യണോ അതോ ഇൻ്റർവൽ മോഡിൽ വർക്ക് ചെയ്യണോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ A1 നമ്മൾ ഈ ടൈമർ ഓൺ ആക്കണ്ടേ. ഇപ്പം ഒരു സ്റ്റാർട്ട് സ്വിച്ചിൻ്റെ ആണെങ്കിൽ സ്റ്റാർട്ട് സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ A1 കൊടുക്കുക. A2 നമ്മൾ 0 വോൾട്ടും കൊടുക്കും. അതായത് ടൈമർ നമ്മൾ സ്റ്റാർട്ട് പ്രസ് ചെയ്യുമ്പം ടൈമറിലേക്ക് സപ്ലൈ വരും. അപ്പോൾ അത് ടൈമറിൽ ഓൺ ആകുന്നതിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 15 ഇതനുസരിച്ചിട്ടാണെങ്കിൽ 15 കോമൺ. അപ്പോൾ നമ്മൾ 15 ഒരു 24 വോൾട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് NC ആയിട്ട് 16ലും NO ആയിട്ട് 18ലും കിട്ടും. അതായത് 16ലും 18ലും. ഓക്കെ, അപ്പോൾ ഈ 16ലും 18ലും കിട്ടും. അപ്പോൾ നമ്മൾ 16ലാണ് നമ്മളൊരു ടവർ ലാമ്പിന് റെഡ് കൊടുത്തതും 18ൽ മോട്ടറും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈമർ ഓണായി സ്വിച്ച് പ്രസ് ചെയ്തു. അപ്പോൾ ഈ 20ലാണ് കിടക്കുന്നതെങ്കിൽ 20 സെക്കൻഡ് ആകുമ്പം 20 സെക്കൻഡ് നേരം നമ്മുടെ 16 ഔട്ട്പുട്ട് ഓണായിരിക്കും. 20 സെക്കൻഡ് ആയി കഴിയുന്നുണ്ട് നേരെ 18 ഓണായിട്ടിരിക്കും. അതായത് ആ ഒരു സ്വിച്ചിങ് നമുക്ക് കിട്ടും. അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇതിലും ഈ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള വേറെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഓൾറെഡി നമ്മളൊരു PLCയുടെ ഒരു സെഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.